അപ്പോൾ വലിയ കൊമ്പൻ ഇടഞ്ഞു തന്നെ വീണ്ടും. ആലപ്പുഴയിലെ പൊന്നുതമ്പുരാൻ ജി സുധാകരൻ അവർകൾ വീണ്ടും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. കൊമ്പനാന അല്ല, അത് പിടിയാനല്ല, കൊമ്പനാന ഡഡടാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു കാരണവശാലും പിന്നോട്ടില്ല, ഒരിഞ്ച് പോലും പിന്നോട്ടില്ല. അഥവാ ഒരിഞ്ച് പിന്നോട്ട് വെച്ചാൽ 2 ഇഞ്ച് മുന്നോട്ട് വച്ചിരിക്കും. അതാണ് ജി സുധാകരൻ. അദ്ദേഹത്തെ പൊതുപരിപാടികളിലെ പോസ്റ്ററിൽ പേര് വെച്ചപ്പോഴും കഴിഞ്ഞ 4 വർഷമായി ഒരു പൊതുപരിപാടിയിൽ ഒരു ബ്രാഞ്ചിൻ്റെ പരിപാടിയിൽ സുധാകരൻ ചേട്ടനെ വിളിച്ചില്ല. അദ്ദേഹം ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന വലിയ സഖാവല്ലേ, അദ്ദേഹത്തിൻ്റെ അനുജൻ രക്തസാക്ഷിയായ ആളല്ലേ, 5 പൈസ PWDയിൽ ഇരുന്നിട്ട് 5 പൈസ കൈക്കൂലി വയ്ക്കാത്ത ആളല്ലേ, ദേവസ്വം ബോർഡിൽ ഇരുന്നിട്ട് ശബരിമല അയ്യപ്പനെയൊക്കെ കണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച ആളല്ലേ. രണ്ടൊന്ന് ബ്രാഹ്മണന്മാരെ ജട്ടിയും നിക്കറും പിന്നെ തോർത്തുമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി, അത് വേറെ കാര്യം. അത് വെച്ച് ബ്രാഹ്മണന്മാരോ അങ്ങ് പുറത്തു, അത് കുഴപ്പമില്ല. അത് പോറ്റിമാരെയൊക്കെ ഒന്ന് കളിയാക്കി, അത് പുറത്തു. അല്ലാതെ ജി സുധാകരൻ എടുത്ത് നോക്കൂ, കേരള രാഷ്ട്രീയത്തിലെ ജമ്മല്ലേ അദ്ദേഹം. എത്ര സീരിയസ് ആയിട്ട് പറയാം, തമാശ കളയൂ. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ വളരെ കൃത്യമായി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുള്ള, എതിരാളിയുടെ യോഗത്തിന് പോയാലും കൃത്യമായ അഭിപ്രായം പറയുന്ന കോൺഗ്രസ്സുകാരുടെ എത്രയോ യോഗത്തിന് പോയി, BJPക്കാരുടെ യോഗത്തിന് പോയില്ല, കോൺഗ്രസ്സുകാരുടെ എത്രയോ യോഗത്തിന് പോയി. വളരെ കൃത്യമായി തൻ്റെ അഭിപ്രായം പറയുന്ന ആളാണ്. പാർട്ടിക്കൊരു അപജയം സംഭവിച്ചാൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കും. പാർട്ടിയുടെ ഇന്നത്തെ ഈ ആലപ്പുഴയിലെ പോക്കിനെ കുറിച്ച് വലിയ വേവലാതിയുണ്ട് ജി സുധാകരൻ അവർക്ക്. അതല്ല, അദ്ദേഹം പച്ചയ്ക്ക് പരസ്യമായി പറയും, ചാനലുകളോട് പറയും, പത്രങ്ങളോട് പറയും, അദ്ദേഹം പരിപാടികളിൽ പറയും, കൃത്യമായി പറയും. കേരളം ഒന്നാണോ? ആണോ? സംശയമുണ്ട്. ഏത് ഭാഗത്തിലാണ് കാര്യത്തിലാണ് ഒന്നാമത്? കൊള്ളത്തിന് സംഘത്തിൻ്റെ കാര്യത്തിലാണോ? അയ്യപ്പനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കാര്യത്തിലാണോ? ഇതുപോലത്തെ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഏതിലാണ് നമ്മൾ ഒന്നാമതെന്ന് ജി സുധാകരൻ അവർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പുതിയ പരിപാടിയിലേക്ക് നോട്ടീസ് വെച്ച് പോസ്റ്ററിൽ CM ഒക്കെ ഉള്ള, മുഖ്യമന്ത്രിയൊക്കെ ഉള്ള പോസ്റ്ററിൽ ജി സുധാകരൻ അവരുടെ പോസ്റ്ററും കൂടെ വെച്ച് പടം വെച്ച് പോസ്റ്റർ അടിച്ചിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം പോകാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഇനി പരിപാടി നടക്കുമ്പോഴേ അറിയാൻ പറ്റൂ. ഇതിൻ്റെ ഇടയിൽ പുന്നപ്രയിലും അതുപോലെ വയലാറിൽ, ഇന്നിപ്പോൾ പുന്നപ്ര വയലാർ സമര രക്തസാക്ഷി മണ്ഡപത്തിൽ അവിടെ കൊണ്ട് ബീന വിശ്വത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ എന്താണ് ചെവിയിൽ പറഞ്ഞു കൊടുത്തെന്നറിയില്ല, ബിനോയി അടിച്ചുകൊണ്ട് പോകുന്നെങ്ങാനും പറഞ്ഞു കൊടുത്തോന്നറിയില്ല, അത് നമുക്കറിയത്തില്ല. അവരെന്താ ചെവി പറഞ്ഞെന്നറിയത്തില്ല. അവർ രണ്ടും ഇടഞ്ഞു നിൽക്കുകയാണല്ലോ. ഒന്ന് കൊമ്പനാനയും ഒന്ന് കൊമ്പനല്ലെങ്കിലും കൊമ്പനെ പോലെ നിൽക്കുകയാണല്ലോ. ഒന്ന് ബിനോയ് വിശ്വം, രണ്ടുപേരും ഉണ്ടല്ലോ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. എന്തായാലും അതുപോലെ തന്നെ കുട്ടനാട് പരിപാടിക്ക് പോയി, ചില പരിപാടിക്ക്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നാസറും ജില്ലാ സെക്രട്ടറി നാസറും, CPMൻ്റെ ജില്ലാ സെക്രട്ടറി നാസറും സുജാതയും കൂടി പോയി കണ്ടു. ആരെ? നമ്മുടെ സുധാകരനെ. കണ്ടിട്ടും വീണില്ല, സമ്മതിക്കത്തില്ല. ഒരു വനിതയും പോയി, ഒരു പുരുഷനും പോയി, കേന്ദ്ര കമ്മിറ്റി അംഗം പോയി, പ്രധാനപ്പെട്ട ആളുകളാണ് പോയത്. എന്നിട്ടും വീണില്ല. സുധാകരൻ പറഞ്ഞു, നിങ്ങളെ വഴിക്ക് പോകും, ചായ കുടിച്ചുകൊണ്ട് പോകും, ഈ പണി നടക്കത്തില്ല എൻ്റെ അടുത്ത്. ഞാൻ നിലപാടുള്ള രാജകുമാരനാണ്, ഞാൻ പറയാനുള്ളത് പറഞ്ഞിരിക്കും. പാർട്ടിക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പാർട്ടിയിൽ ഒരുപാട് പിണിയാളന്മാർ കയറിപ്പറ്റിയിട്ടുണ്ട്. പാർട്ടിക്കകത്ത് സോഷ്യൽ മീഡിയയൊക്കെ പാർട്ടി ചെക്ക് ചെയ്യേണ്ട സമയമായി, സൈബർ മീഡിയയൊക്കെ, സൈബർ സഖാക്കളെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയമായി. അതുകൊണ്ട് പാർട്ടിയെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അതിൻ്റെ ഗുണവും മാർക്സിസത്തിൻ്റെ ലെനിനിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്, അതിൻ്റെ എല്ലാം മെയ്വഴക്കത്തോടുകൂടി കൊണ്ടുപോകേണ്ട പാർട്ടിയാണ്. നിങ്ങളുടെ ഈ ചിക്കളത്തെ പോരാട്ടമല്ല ഈ പാർട്ടിക്ക് വേണ്ടതെന്ന് സധൈര്യം പറയുന്ന ഏക സഖാവാണിപ്പോൾ ജി സുധാകരൻ. അദ്ദേഹത്തിന് സജി ചെറുതാൻ ചൊറിഞ്ഞ് വല്ലത പറ്റിയോ? AK ബാലൻ ചൊറിഞ്ഞ് ഒന്നും പറ്റിയില്ല. ചൊറിഞ്ഞവരെ മാന്തി പറിച്ചു നമ്മുടെ സുധാകരൻ സഖാവ്. അതുകൊണ്ട് സുധാകരൻ സഖാവ് ജമ്മാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് തലയെടുപ്പോടുകൂടി പറയുന്നുണ്ട്, അത് കേട്ടേ പറ്റൂ.